എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ഡിലൈറ്റ്സിന് വേണ്ടി വി.പി. ഉണ്ണികൃഷ്ണനാണ് സംസാരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചില വിശേഷങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് കന്നിമാസം 5-ാം തീയതിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കന്നിമാസം 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിക്കാരുടെ ഭജനം നടക്കുന്ന ദിവസമാണ്. കീഴ്ശാന്തി കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി നിർമാല്യം മുതൽ തൃപ്പുക വരെ ഗുരുവായൂരപ്പനെ തൊഴുന്നതും ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതുമായിട്ടുള്ളൊരു ചടങ്ങാണത്. രാവിലെ മുതൽ പരമാവധി കഴിയുന്ന എല്ലാ പൂജകളും തൊഴുക, പരമാവധി നേരം ക്ഷേത്രത്തിൽ ഉണ്ടാവുക എന്നതാണ് ഈ ഭജനത്തിൻ്റെ പ്രത്യേകത. ഇത് നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു വരുന്ന ഒരു രീതിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം ചെയ്യുന്നത് കീഴ്ശാന്തി കുടുംബങ്ങളിലെ അംഗങ്ങളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന് നിവേദ്യം തയ്യാറാക്കുന്നത്, ആനപ്പുറം കയറുന്നത്, ചന്ദനമരയ്ക്കുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവന്മാർക്ക് പൂജ ചെയ്യുന്നത് എല്ലാം കീഴ്ശാന്തിക്കാരാണ്. ഏതാണ്ട് 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ 150ഓളം പേരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം ചെയ്യുന്നത്. പുലർച്ചെ 2 മുതൽ രാത്രി 11 മണി വരെ നീളുന്ന വളരെ ആയാസകരമായ ഒരു ജോലിയാണിത്. ഈ കുടുംബാംഗങ്ങളുടെ സമർപ്പണവും അവർക്ക് ഇതിനോടുള്ള ഒരു താല്പര്യവുമാണ് ഇത്ര ഭംഗിയായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള കാരണം. കോഴിക്കോടിനടുത്ത് കാരശ്ശേരി ഗ്രാമത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിക്കാരായിട്ടുള്ള 13 ഇല്ലക്കാരുടെയും ആസ്ഥാനം. അവിടെ നിന്ന് ഗുരുവായൂർ എത്തിയിട്ടാണ് ഇവർ ഈ പ്രവർത്തികൾ ചെയ്തു വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഓരോ 10 ദിവസം കൂടുമ്പോൾ 10 ദിവസത്തെ ഊഴമായിട്ടാണ് ഇവർ ഗുരുവായൂർ എത്താറുള്ളത്. 10 ദിവസം ഒരു ടീം വന്ന് ജോലികൾ ചെയ്തു പോവും, അടുത്ത 10 ദിവസം വേറൊരു ടീം വന്ന് ജോലികൾ ചെയ്തു പോവും. അങ്ങനെയായിരുന്നു പതിവ്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിത്യനിദാന വഴിപാടുകൾ വർദ്ധിച്ചു വരികയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും ആളുകൾ ഉണ്ടാവുകയും വേണം എന്ന സാഹചര്യം വന്നപ്പോൾ എല്ലാ കുടുംബങ്ങളും തന്നെ ഗുരുവായൂരിൽ സ്ഥിരതാമസമാക്കി. പക്ഷേ അവർക്ക് കോഴിക്കോട് കാരശ്ശേരി ഗ്രാമത്തിൽ അവർക്ക് അവരുടെ ആസ്ഥാനം ഇപ്പോഴുമുണ്ട്, അവരുടെ ഭരദേവതയുണ്ട്, അവരുടെ ഗ്രാമം ഇപ്പോഴും അവിടെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു ഭജനം തുടങ്ങാനുള്ള ഒരു കാരണമുണ്ട്. വളരെ രസകരമായൊരു കഥയാണ്, ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട വളരെ രസകരമായൊരു കഥയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അക്കാലത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് നമസ്കാരവും അത്താഴവും. നമസ്കാരം എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ സമയത്ത് വിഭവസമൃദ്ധമായ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നമസ്കാര സദ്യ നടത്തുന്നതാണ് നമസ്കാരം. ഇതേപോലെ തന്നെയാണ് അത്താഴവും. അത്താഴത്തിനും വിഭവസമൃദ്ധമായ വിഭവങ്ങൾ ഉണ്ടാക്കി ഗുരുവായൂരപ്പന് നേദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വഴിപാട്. അതിനൊരുപാട് അധ്വാനമുള്ള ജോലിയാണ്. അപ്പോൾ അക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം കീഴ്ശാന്തിക്കാരായിട്ടുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നത്. ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണിത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വലിയ നമസ്കാര സദ്യ നടത്തണമെന്ന് ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിച്ചു. പ്രധാനപ്പെട്ട ആ സംഗതി ഉണ്ടായത് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു സംഘമാണ് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. അത് വടക്കാഞ്ചേരിക്കടുത്ത് കിരങ്ങാട്ടുമന എന്ന മനയിൽ നിന്നാണ് അത്തരം ഒരു വഴിപാട് വന്നതെന്ന് പറയുന്നുണ്ട്. അതല്ല, കുന്നംകുളത്ത് ചെർളയം രാജസ്വരൂപത്തിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ 100 നാരായം അരി കൊണ്ടുള്ള നമസ്കാര സദ്യ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. സാധാരണ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറില്ല. അപ്പോൾ ക്ഷേത്രം ഊരാളനായിട്ടുള്ള മല്ലിശ്ശേരി നമ്പൂതിരി ഈ വഴിപാട് നടത്തുന്നതിന് വേണ്ടിയിട്ട് കീഴ്ശാന്തിക്കാരെ വിളിച്ചു. അപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. 100 നാരായം അരി എന്ന് പറഞ്ഞാൽ ഇന്ന് ഏതാണ്ട് 400 നാഴി അരി വരും. ഏതാണ്ട് 10 പറ അരിയുടെ സദ്യ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിന് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് വളരെ വിഷമിച്ച് ഗുരുവായൂർ ക്ഷേത്രം ഊരാളനായിട്ടുള്ള മല്ലിശ്ശേരി നമ്പൂതിരി അങ്ങനെ വളരെ വ്യസനത്തോടെ ഇരിക്കുമ്പോൾ പിറ്റേന്ന് പുലർച്ചെ ഈ നിവേദ്യ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഉണ്ണി, ഈ കീഴ്ശാന്തി കുടുംബങ്ങളിൽ നിന്ന് ഏതോ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു ഉണ്ണി ഇവരുടെ ഒപ്പം കൂടി. വളരെ മിടുക്കനായിട്ടുള്ളൊരു ബാലൻ. വളരെ വേഗത്തിൽ അദ്ദേഹം ഈ സദ്യ ഒരുക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ, പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ അന്നത്തെ നമസ്കാര സദ്യ തയ്യാറായി. സാധാരണ നമസ്കാര സദ്യയൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഇവർ കുളിച്ചു വന്നവർക്ക് ദക്ഷിണ കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ എല്ലാവരും കുളിക്കാൻ പോയി, ഈ ഉണ്ണിയും കുളിക്കാൻ പോയി. കുളിച്ചു വന്ന് മറ്റുള്ളവരൊക്കെ ദക്ഷിണ വാങ്ങി. പക്ഷേ ഈ ഉണ്ണിയെ മാത്രം കാണുന്നില്ല. അപ്പോൾ ആ ഉണ്ണിക്കുള്ള ദക്ഷിണ മാറ്റിവെച്ചു. അപ്പോൾ ഈ ഉണ്ണിയെ കാണാതായപ്പോൾ ഇവരിങ്ങനെ അന്വേഷിച്ചു. അങ്ങനെ അവരിൽ പലർക്കും സ്വപ്ന ദർശനമുണ്ടായി. അന്ന് ഈ കീഴ്ശാന്തിക്കാരെ സഹായിക്കാനായിട്ട് വന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നുള്ള സ്വപ്ന ദർശനം അവർക്കുണ്ടായി.
അപ്പോൾ ആ മാറ്റിവെച്ച പ്രവർത്തിപ്പണം, അതായത് ഈ നമസ്കാര സദ്യയ്ക്ക് വേണ്ടി ഇവരെ സഹായിച്ച ഒരാൾക്ക് മാറ്റിവെച്ച പ്രവർത്തിപ്പണം അന്നു മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാർ മാറ്റിവെക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും തങ്ങളോടൊപ്പം ഗുരുവായൂരപ്പനുള്ളത് കൊണ്ടാണ് ഇത്ര ആയാസകരമായ ജോലികൾ വളരെ എളുപ്പത്തിൽ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായി. കാരണം എന്താ വെച്ചാൽ അഷ്ടമി രോഹിണിക്ക് 44,000 ഉണ്ണിയപ്പം ഉണ്ടാക്കി നിവേദിക്കണം. രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ആകുമ്പോഴേക്കും 44,000-ഓളം ഉണ്ണിയപ്പം ഉണ്ടാക്കണം. അതേപോലെ പുത്തരിക്ക് പുത്തരി പായസം 1200 ലിറ്റർ പുത്തരി പായസം ഉണ്ടാക്കണം. ഈ പുത്തരി പായസം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, 3000-ലധികം നാളികേരം ചിരവി അതിൻ്റെ പാലെടുത്തിട്ട് വേണം പുത്തരി പായസം ഉണ്ടാകാൻ. അതേപോലെ സാധാരണ ഒരു ദിവസം 7-8 ലക്ഷം റുപ്യയുടെ പാൽപ്പായസം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ ഇത്തരത്തിലുള്ള ശ്രമകരമായ ജോലികൾ മുഴുവൻ തങ്ങൾക്ക് സമയത്ത് ചെയ്തു തീർക്കാനാകുന്നത് തങ്ങളുടെ ഒപ്പം ഗുരുവായൂരപ്പൻ കൂടി ഈ ജോലി ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണ, എന്നൊരു വിശ്വാസം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. ഈ കഥ മാത്രമല്ല, ഒട്ടേറെ അനുഭവങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ട് അന്ന് മുതൽ തങ്ങൾക്ക് കിട്ടുന്ന പ്രവൃത്തിപ്പണത്തിൽ ഒരു വിഹിതം ഗുരുവായൂരപ്പന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങി. അങ്ങനെ ഗുരുവായൂരപ്പന് വേണ്ടി മാറ്റിവെച്ച പണം എടുത്തിട്ട് എല്ലാ കന്നിമാസത്തിലും 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഈ കീഴ്ശാന്തി കുടുംബങ്ങളിലെ ആബാലവൃദ്ധം ജനങ്ങൾ, കുട്ടികളാകട്ടെ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി എല്ലാ നിർമ്മാല്യം മുതലുള്ള എല്ലാ പൂജയും തൊഴാനുള്ള തൊഴുകയും അതേപോലെ ജപം മറ്റു കാര്യങ്ങൾ അത് ചെയ്ത് ഗുരുവായൂരപ്പനെ ഭജിച്ച് കൂടാൻ തീരുമാനിക്കുകയും ചെയ്തു. 12-ാമത്തെ ദിവസം കന്നി 12-ാം തീയതി രാത്രി ഗുരുവായൂരപ്പന് കാളനും പാലടയും അടക്കമുള്ള വിശേഷ വിഭവങ്ങളോടെ നിവേദ്യമുണ്ടാക്കി സമർപ്പിക്കുകയും അത് അത്താഴമായിട്ട് എല്ലാവരും കഴിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം പണ്ട് മുതലേ നടന്നു വരുന്നുണ്ട്. ഇന്ന് കന്നി 5-ആണ്. ഈ കന്നി 12-ാം തീയതി അവരുടെ ഭജന അവസാനിക്കും. പക്ഷേ കന്നി 12-ാം തീയതി ഏകാദശി ആയതുകൊണ്ട് അന്ന് രാത്രി ഭക്ഷണം പതിവില്ല. ഏകാദശി വാവ് ദിവസങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാത്രി ഭക്ഷണം പതിവില്ല. അതുകൊണ്ട് കന്നി 13-ാം തീയതി രാത്രിയാണ് ഇക്കുറി കീഴ്ശാന്തിക്കാരുടെ അത്താഴം നടക്കുക. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഐതിഹ്യവും ചരിത്രവും കഥകളും അനുഭവങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. കീഴ്ശാന്തിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളാണിത്. അപ്പോൾ ഗുരുവായൂരപ്പൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു കഥയാണിത്, ഒരു ഉദാഹരണമാണിത്. അത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് മലയാള മനോരമ മുരളികയിൽ ഈ കഥയാണ് പറഞ്ഞിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിക്കാരുടെ അത്താഴവും കീഴ്ശാന്തിക്കാരുടെ ഭജനത്തെക്കുറിച്ചിട്ടാണ് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൃഷ്ണാർപ്പണം.